ഈ നാട്ടിലുള്ള നമുക്ക് ഹജ്ജ് ചെയ്ത അതേ പ്രതിഫലം വേണമോ പ്രിയപ്പെട്ടവരെ? ഒരു മനുഷ്യൻ ഹജ്ജിന് പോകുമ്പോൾ എത്രയാണോ അള്ളാഹു തആല പ്രതിഫലം കൊടുക്കുന്നത്, അതുപോലത്തെ പ്രതിഫലം നാട്ടിലുള്ള നമുക്ക് ആ ഹജ്ജിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകാൻ കാരണമാകുന്ന 9 കാര്യങ്ങളുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ, ഇന്നത്തെ 10 മിനിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ വിലമതിക്കാനാകാത്ത അമലാണ്. 9 കാര്യങ്ങൾ. ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഹജ്ജ് ചെയ്ത പോലത്തെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ഏതാണ് ആ 9 കാര്യങ്ങളെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു നമ്മയൊക്കെയും പരിപൂർണ്ണ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനായി എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്. എല്ലാ ദിവസവും നമ്മുടെ ക്ലാസ് കേൾക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്. അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയ്യത്തുകൾ അർപ്പിക്കുന്നുണ്ട്, അറിയിക്കുന്നുണ്ട്. അള്ളാഹു അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ എന്താണോ അത് സഫലമാക്കി കൊടുക്കട്ടെ. അവരുടെ വേദനകൾ, അവരുടെ വിഷമങ്ങൾ, അവരുടെ വ്യസനങ്ങൾ, അവരുടെ ദുഃഖങ്ങളെല്ലാം അള്ളാഹു അവൻ്റെ കരുണ കൊണ്ട് ഇല്ലായ്മ ചെയ്തു കൊടുത്ത് സന്തോഷിപ്പിക്കുമാറാകട്ടെ. കടം കൊണ്ട് വലയുന്നവർ, ലോണിൽ കുടുങ്ങിപ്പോയവർ, പലിശയിൽ പെട്ടുപോയവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും പരിപൂർണമായ സംരക്ഷണം, കടത്തിൽ നിന്നും ലോണിൽ നിന്നുമൊക്കെയും മുക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽ നിന്ന് കരകയറാൻ അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേരാണ് കമന്റ് സെക്ഷനുകളിൽ ദുആ വസിയ്യത്തുകൾ അറിയിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കമന്റ് സെക്ഷനുകൾ നിങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ വിഷമങ്ങൾ, വേദനകളെല്ലാം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ മജ്ലിസുകളിൽ ദുആ ചെയ്യുന്നതാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നാട്ടിലുള്ള നമുക്ക് പരിശുദ്ധമായ ഹജ്ജ് ചെയ്ത പോലത്തെ പ്രതിഫലം ലഭിക്കാൻ കാരണമാകുന്ന ചില അമലുകളുണ്ട് പ്രിയപ്പെട്ടവരെ. അതിലൊരു 9 എണ്ണമാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു 9 അമലുകൾ, ഒരു 9 കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ കാര്യം ഹജ്ജ് ചെയ്യാൻ ഒരു മനുഷ്യന് അതിയായ ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ ആഗ്രഹമുണ്ട് എങ്കിൽ നമുക്ക് ആ ഹജ്ജ് ചെയ്ത പോലത്തെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ്. പല സാഹചര്യങ്ങൾ കൊണ്ടാണ് ഹജ്ജിന് പോകാൻ കഴിയാത്തത്. സാമ്പത്തികമായി ഇല്ല, ശാരീരികമായി പ്രശ്നങ്ങളാണ്, കുടുംബപരമായി വിഷമങ്ങളാണ്, കടങ്ങളാണ്. അതുകൊണ്ടാണ് ഹജ്ജിന് പോകാൻ കഴിയാത്തത് എന്ന് വിഷമം പറയുന്ന ഒരുപാട് പേരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹജ്ജ് ചെയ്ത പോലത്തെ പ്രതിഫലം ഈ നാട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് നേടാം. അതിനാണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞത്. ഹജ്ജ് ചെയ്യണമെന്ന് ആ പരിശുദ്ധമായ മക്കയിലേക്ക് ചെന്ന് കഅബയുടെ കില്ല പിടിച്ച് പൊട്ടിക്കരയണമെന്ന്, ഹജറുൽ അസ്വദ് ചുംബിക്കണമെന്ന്, അറഫ മൈതാനിയിൽ നിൽക്കണമെന്ന്, സഫാ മർവ മലകൾക്കിടയിൽ സഅയ് ചെയ്യണമെന്ന്, തുവാഫ് ചെയ്യണമെന്നും ഒക്കെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ കഅബയുടെ ചാരത്ത് പൊട്ടിക്കരയണമെന്നൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. അതിന് കഴിയുന്നില്ല, പക്ഷെ അതിന് ആഗ്രഹമുണ്ട്. ഉറപ്പാണ് അള്ളാഹു കരുണയുള്ളവനാണ്. അങ്ങനെ ആഗ്രഹം വെച്ചതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് ചെയ്ത പോലത്തെ പ്രതിഫലം നമുക്ക് നൽകുന്നതാണ്. അള്ളാഹു ആ പ്രതിഫലം നമുക്ക് തരട്ടെ. രണ്ടാമത്തെ കാര്യം, ഹജ്ജിന് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ, നമ്മുടെ പരിചയത്തിലുള്ളവരാകട്ടെ അല്ലാത്തവരാകട്ടെ, പോകുന്നുണ്ട്. ആ ഹജ്ജിന് പോകുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ്. സഹായം എന്ന് ഉദ്ദേശിക്കുന്നത് 2 കാര്യങ്ങൾ കൊണ്ട് സഹായിക്കാം. ഒന്ന്, സാമ്പത്തികമായി അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ, നമ്മളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കാൻ സഹായിക്കാം, സമ്പത്ത് കൊടുത്തുകൊണ്ട്. രണ്ടാമത്തെ കാര്യം, ശാരീരികമായി എന്തെങ്കിലും നമുക്ക് അവരോട് സഹകരിച്ചു നിന്നുകൊണ്ട് അവർക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതൊക്കെ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന പല ആവശ്യങ്ങളുണ്ട്. അതെല്ലാം ചെയ്തു കൊടുത്തവരെ സഹായിക്കാവുന്നതാണ്. അവരുടെ പെട്ടികളൊക്കെ കെട്ടാനും, അവരുടെ സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് കൊടുക്കാനും, അതുപോലെ മറ്റ് വണ്ടി ഓടിച്ചുകൊണ്ട് എയർപോർട്ടിലാക്കി കൊടുക്കുന്നത് പോലെ
അവരെന്തൊക്കെ നമുക്ക് അവരെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം നമുക്ക് ഹജ്ജ് ചെയ്ത പോലത്തെ പ്രതിഫലം ലഭിക്കാൻ കാരണമാകുന്നതാണ്. അള്ളാഹു അത് തരട്ടെ, നമുക്ക് ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം, ആരെങ്കിലും നമ്മുടെ മാതാപിതാക്കളുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നമുക്ക് ജന്മം നൽകിയ നമ്മുടെ ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ, ഇവരുടെ മുഖത്തേക്ക് കരുണയോടുകൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, കാരുണ്യത്തോടുകൂടി അവരുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ മനുഷ്യനിക്ക് ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്നാണ് മഹാരഥന്മാർ പഠിപ്പിക്കുന്നത്. ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ മാതാപിതാക്കളുടെ മുഖത്തേക്ക് കരുണയുടെ നോട്ടം നോക്കാൻ കഴിഞ്ഞാൽ നിനക്ക് ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട്. അള്ളാഹു ആ ഹജ്ജ് ചെയ്ത പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമത്തെ കാര്യം, നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള പ്രയാസം അനുഭവിക്കുന്നവർ, ദുരിതം അനുഭവിക്കുന്നവർ, വിഷമങ്ങൾ അനുഭവിക്കുന്നവർ, വേദനകൾ അനുഭവിക്കുന്നവർ, അവരെ നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട്. അവരെ എങ്ങനെ സഹായിക്കാം? സാമ്പത്തികമായി സഹായിക്കാം, ശാരീരികമായി സഹായിക്കാം. അവരുടെ മനസ്സിനെ, അവരുടെ വിഷമങ്ങൾ എടുത്തു മാറ്റിവെക്കുന്നതിന്, നീക്കി വെക്കുന്നതിന് നമ്മളൊരു കാരണക്കാരനായാൽ അള്ളാഹു തആല നമുക്കൊരു ഹജ്ജ് ചെയ്ത പ്രതിഫലം നൽകും. അള്ളാഹു അങ്ങനെയൊക്കെയും ഭാഗ്യം തരട്ടെ. പ്രിയപ്പെട്ടവർ, ഒരുപാട് പേരുണ്ടല്ലോ നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ളവർ. നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൂടെ ഒന്ന്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരാകട്ടെ, കുടുംബത്തിലുള്ളവരാകട്ടെ, സുഹൃത്തുക്കളുടെ ഇടയിലാവട്ടെ, ആരെല്ലാം ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ. അങ്ങനെയുള്ള ആളുകളെ ഒന്ന് നമ്മൾ സഹായിച്ചാൽ അള്ളാഹു നമുക്ക് ഹജ്ജ് ചെയ്ത പ്രതിഫലം നൽകുന്നതാണ്. അടുത്ത അഞ്ചാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും പരിശുദ്ധമായ ഫർള് നമസ്കാരങ്ങളുണ്ടല്ലോ, സുബഹി, ളുഹർ, അസർ, മഗ്രിബ്, ഇശാ അടങ്ങുന്ന 5 ഫർള് നിസ്കാരങ്ങളുണ്ട്. ഈ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകാതെ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതുഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ ഒരു പ്രാവശ്യം ഇങ്ങനെയൊക്കെ ചൊല്ലി ഔറാദുകൾ ചെയ്യുന്നവർക്ക് ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട്. നമുക്കത് ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. നമ്മൾ നിസ്കരിക്കുന്നവരാണല്ലേ, വളരെ എളുപ്പമാണ്. ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. യഥാർത്ഥ നമ്മൾ മക്കയിലേക്ക് അത്രയും പൈസ ചെലവാക്കി, സാമ്പത്തികം ചെലവാക്കി മക്കയിലേക്ക് കടന്നു ചെന്ന് അവിടെ നിന്നുകൊണ്ട് ചെയ്യുന്ന ഹജ്ജിന്റെ അതേ പ്രതിഫലം കിട്ടുകയില്ല. എന്നാലും അതുപോലത്തെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു മിസ്ല സവാബ്, അതുപോലത്തെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്നതാണ്. അതുപോലത്തെ ഒരു പ്രതിഫലം ഓരോ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏതായാലും ഹജ്ജിന് പോകാൻ കഴിയുന്നില്ല. നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള അമലുകളൊക്കെ ചെയ്തിട്ട് നമുക്കൊരു ഹജ്ജ് ചെയ്ത പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വാങ്ങാൻ കഴിയില്ലേ? വാങ്ങണം. ഇൻഷാ അല്ലാഹ് തീരുമാനമെടുക്കുക. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാര്, സഹോദരിമാര്, സഹോദരങ്ങൾ, ഉപ്പമാര് എല്ലാവരും തീരുമാനമെടുക്കുക. അള്ളാഹു ഭാഗ്യം തരട്ടെ. അതുപോലെ ആറാമത്തെ കാര്യം, സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ അവിടെ നിസ്കാര സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുക. സൂര്യൻ ഉദിച്ചൊരു 20 മിനിറ്റ് കഴിയുന്നത് വരെ ആ നിസ്കാര സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നു കൊണ്ട് ഔറാദുകളും എന്ത് വേണമെങ്കിലും, ഖുർആൻ ഓതണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ട് ആ ഇരുത്തത്തിൽ എഴുന്നേറ്റുടനെ ളുഹാ നിസ്കാരം ഉടനെ നിർവഹിക്കാൻ കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട്. അള്ളാഹു ഭാഗ്യം തരട്ടെ. ആ ഹജ്ജ് ചെയ്ത പ്രതിഫലം അള്ളാഹു നമുക്ക് വാങ്ങിയെടുക്കാൻ, അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് നേടിയെടുക്കാനുള്ള ഭാഗ്യം തരട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പം നമസ്കാരം ഇൻഷാ അല്ലാഹ് ഉമ്മമാര് തീരുമാനമെടുക്കുക. സുബഹി നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരിക്കുക. ഓടിപ്പോയി കിടന്ന് ഉറങ്ങലല്ല, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കലല്ല. സുബഹി നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്ന് സുബഹിൻ്റെ സൂര്യൻ ഉദിക്കുന്നത് വരെ അവിടെ ഇരുന്ന് ശേഷം ഒരു 20 മിനിറ്റോളം സുബഹി സൂര്യൻ ഉദിച്ചതിന് ശേഷം 20 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് എഴുന്നേറ്റ് ദുഹാ നിസ്കാരം നിർവഹിക്കുക. അങ്ങനെ നിർവഹിച്ചാൽ ഹജ്ജിന്റെ കൂലിയാണ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഏഴാമത്തെ അമൽ എന്ന് പറയുന്നത്, ഏഴാമത്തെ കാര്യമെന്ന് പറയുന്നത് ജമാഅത്തായി നിസ്കാരങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ്. ജമാഅത്ത്, ഇന്ന് എത്ര പേര് ജമാഅത്തായി നിർവഹിക്കുന്നു? വീട്ടിൽ നിന്നുകൊണ്ട് അവ്വൽ വഖത്തായിട്ട് നമസ്കരിക്കുന്നവർ തന്നെ വളരെ വിരളമാണ്. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവർ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വിരളമാണ്. നിസ്കരിക്കാറില്ല പലരും. നിസ്കരിക്കുന്നവർ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണ്. ജമാഅത്തായി നിസ്കരിക്കുക. എൻ്റെ നഫ്സിനോടും നിങ്ങളോടും പറയാൻ, ജമാഅത്തായി നിസ്കരിക്കാൻ, പ്രത്യേകിച്ച് പുരുഷന്മാർ പള്ളിയിൽ പോയി തന്നെ നമസ്കരിക്കണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. അങ്ങനെ ജമാഅത്തായി നിസ്കരിച്ചാൽ ഹജ്ജിന്റെ കൂലിയാണ്.
അതുപോലെ തന്നെ അറിവ്, ഇൽമിൻ്റെ മേഖല നമുക്കറിയാം. ഒരാൾ ഇൽമു പഠിക്കുകയാണ്, ആ ഇൽമു പഠിച്ചത് പകർന്നു കൊടുക്കുകയാണ്. ഇതിനൊക്കെയും ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലമുണ്ടെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഇൽമ് എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല പ്രിയപ്പെട്ടവർ. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൽമാണ്, അറിവാണ്. അത് ഫോണിലൂടെ ആകട്ടെ നേരിട്ടാകട്ടെ, ഏതായാലും നമ്മുടെ മനസ്സിൻ്റെ നീയത്ത് എന്താകണം? അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുക എന്നുള്ള നീയത്തോടു കൂടി കേൾക്കുക, അള്ളാഹുവിൻ്റെ അറിവ് പഠിക്കുക എന്നുള്ള നീയത്തോടു കൂടി നമ്മുടെ മജ്‌ലിസ് കേൾക്കുക. ഉറപ്പായും അള്ളാഹു ആ പ്രതിഫലം നമുക്ക് നൽകുന്നതാണ്. നമ്മുടെ നീയത്തടിസ്ഥാനത്തിലാണ് അള്ളാഹു പ്രതിഫലം നൽകുന്നത്, ഉറപ്പാണ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. 9ാമത്തെ കാര്യം റമളാനിലെ ഉംറയാണ്. പല ആളുകളും റമളാൻ മാസമാകുമ്പോൾ മക്കത്ത് പോകാൻ, മദീനത്ത് പോകാൻ തിടുക്കം കാണിക്കാറുണ്ട്. റമളാൻ മാസത്തിലെ ഉംറയ്ക്ക് ഹജ്ജിൻ്റെ പ്രതിഫലമുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, റമളാനിലെ ഉംറ ഒരു ഹജ്ജ് ചെയ്തതിൻ്റെ അതേ സാമ്പത്തിക ചെലവ് വരുന്നില്ല എങ്കിലും സാമ്പത്തിക ചെലവ് വരുന്നുണ്ട്, പക്ഷേ ഹജ്ജ് ചെയ്തതുപോലെ വരുന്നില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ റമളാനിലൊരു ഉംറ ചെയ്യുക. അള്ളാഹു ഭാഗ്യം തരട്ടെ. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് നമ്മൾ പഠിച്ചത്. അള്ളാഹു നമ്മുടെ അറിവിലും അമലിലും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവരെയൊക്കെ സ്വീകരിക്കട്ടെ. നമ്മുടെ മജ്‌ലിസ് കാണുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.